മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ നമ്മൾ ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്താം. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് പരിശോധന നടക്കുന്നത്. 119 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, ദിവസങ്ങൾ ആയി തുടരുന്ന തെരച്ചിൽ ഇനിയും 119 പേർ കാണാമറയത്താണ്. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു ആലോചന ഉള്ളത്? തെരച്ചിൽ ഏത് തരത്തിലാകും ഇന്ന് പുരോഗമിക്കുക? ആര്യ, 9 ആളുടെ DNA കൂടെ ലഭിച്ചതോടുകൂടിയാണ് ഇപ്പോൾ 119 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വിവരം വരുന്നത്. അതായത് 119 ചുരുങ്ങിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 128 ആയിരുന്നു. അതിൽ 9 പേരുടെ കൂടി DNA ലഭിച്ചിട്ടുണ്ട്. കാരണം മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ DNAയുടെ ഫലമാണ് വന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കണക്ക്, ഔദ്യോഗിക കണക്കനുസരിച്ച് 119 പേരാണ്. അനൗദ്യോഗിക കണക്ക് അനുസരിച്ച് അതിൽ കൂടുതൽ വരാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം, തോട്ടം മേഖലയിലെല്ലാം തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായൊരു കണക്ക് ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ വാർഡുകളിൽ, അതായത് ഈ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം ഈ ഉൾപ്പെടുന്ന വാർഡുകളിലുള്ള ആളുകളുടെ വാർഡ് മെമ്പർമാരും പഞ്ചായത്തിനുമുള്ള ഒരു കണക്കനുസരിച്ച് മാത്രമുള്ള ഒരു വിവരമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത് 119 എന്നുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ അവിടെ ആളുകൾ വന്ന് താമസിച്ചതും മറ്റു കണക്കുകളൊന്നുമില്ല. കാരണം ബന്ധുവീട്ടിലേക്ക് വന്നവരെ കുറിച്ചെല്ലാം കൃത്യമായൊരു കണക്കില്ല. ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഇപ്പോൾ ഈ തോട്ടം മേഖലയിൽ, കാരണം ഈ ഹാരിസൺ മലയാളമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ AVT ആയിരുന്നു, ഇപ്പോൾ അത് നമ്മൾ ബോച്ചെറ്റി എന്ന പേരിലെടുത്തിട്ടുണ്ട്. അതിന് സമീപമായിട്ട് പൊടാർ പ്ലാന്റേഷനുണ്ട്. ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റുഭാഗമുള്ള ഒരു സ്ഥലമാണ്, മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി വന്ന് താമസിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റുമെല്ലാം തന്നെ അവർ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവരുടെ എല്ലാം തന്നെ കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് ഈ ചൂരൽമല അങ്ങാടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില കടകളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്ന് തുടരും. ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നും അവിടെ എല്ലാം തന്നെ ചെളിയും മറ്റും വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറ്റുന്ന ഒരു പ്രവൃത്തിയുമായി അവർ മുന്നോട്ട് പോകും. അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മറ്റും നേതൃത്വത്തിൽ അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ അവരെ എങ്ങോട്ട് മാറ്റും, അതായത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിൽ ഇതുവരെയും എത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലെ ജനവാസ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ റീലൊക്കേറ്റ് ചെയ്യണം, മറ്റൊരു ടൗൺഷിപ്പ് അവർക്ക് ഏർപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ സർക്കാർ പോകാനാണ് സാധ്യത. കാരണം ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ അപ്പോഴും ചൂരൽമല അങ്ങാടി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും മുണ്ടക്കൈ ഭാഗത്തിന് പൂർണ്ണമായും മുണ്ടക്കൈ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒന്നും അവശേഷിക്കാത്തൊരു സ്ഥിതിവിശേഷമുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു ആളുകളെ താമസിപ്പിക്കുന്നത് ശരിയാവില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിച്ചേരുക. പക്ഷേ ചൂരൽമലയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടലുണ്ടായ വെള്ളാർമല സ്കൂളിനോട് പരിസരത്തെല്ലാം തന്നെ ഇപ്പോഴും വീടുകൾ പലതും ചെറിയ കേടുപാടുകളെല്ലാം സംഭവിച്ചുകൊണ്ട് അത് അവിടെ തന്നെ നിലനിർത്തണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. ഒപ്പം തന്നെ നാളെ സംസ്ഥാന ബാങ്ക് സമിതി ചേരുന്നുണ്ട്. ഇവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആളുകളെ വാടക വീട് അന്വേഷിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നീങ്ങിയിട്ടുണ്ട്. 6000 രൂപ മാസവാടകയായി നൽകാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ യഥാസമയം തന്നെ അവിടെ ഈ വാടക വീടുകളിലേക്ക് മാറ്റാൻ എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇവരെ ഈ ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് ഒരു വീട് എന്നുള്ള ഒരു നിലയിലേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറച്ചു പേരെയെങ്കിലും ഇത്തരത്തിൽ വാടക വീട് കണ്ടെത്തി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആര്യ, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളും മറ്റും നൽകുന്നുണ്ട്. പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ബെഡുകളും വീടുകളിലേക്ക് ആവശ്യമായ ബെഡുകളും മറ്റും
സൗജന്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ടെക്സ്റ്റൈൽ രണ്ട് സ്ഥലങ്ങളിലായി കോൺഗ്രസ് ഒരു ടെക്സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ തുണിത്തരങ്ങളെല്ലാം തന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം വാർത്ത വന്നതാണ്. കാരണം ഇത് തുടങ്ങി ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് മേപ്പാടിയിലെ ഫാമിലി ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ പഴയൊരു ടെക്സ്റ്റൈലാണ് ഇത്. അതങ്ങനെ അവർ വിലയ്ക്ക് വാങ്ങിയതാണ് കോൺഗ്രസ്. അങ്ങനെ പിന്നെ അവിടേക്ക് വരുന്ന തുണികളും മറ്റും ബെഡുകളും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് സൗജന്യമായി നൽകുന്നുണ്ട്. ബെഡ്ഷീറ്റുകളും ബെഡുകളും എല്ലാം തന്നെ ആളുകൾക്ക് ഓരോ വാർഡുകൾ തിരിച്ചുകൊണ്ട് അത് പരിശോധിച്ച് ടോക്കൺ എടുത്ത ശേഷമാണ് വാർഡ് മെമ്പറാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ 2 സ്ഥലങ്ങളിലുണ്ട്. 2 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ഇത് വിതരണം നടക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ പഴയ ഫർണിച്ചറുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പഴയ ഫർണിച്ചറുകൾ ഉൾപ്പെടെ വാങ്ങി നൽകുന്നതും സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ അതിൽ സജീവമായി ഉണ്ട്. എന്തായാലും കുറച്ചു പേരെങ്കിലും ക്യാമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി അവർക്ക് 1-2 വർഷം ഒരു പക്ഷേ വാടക വീട്ടിൽ കഴിയേണ്ടി വരും. അതുവരെയുള്ള വാടക സർക്കാർ നൽകുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ വാടക നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അതല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളും മറ്റും വാടക നൽകാനും തയ്യാറാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ടൗൺഷിപ്പ് ഇനിയിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ പോലും അവർക്കവിടെ വീടും മറ്റ് ടൗൺഷിപ്പും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെങ്കിൽ 1-2 വർഷം വേണ്ടി വരും. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പുനരധിവാസമൊക്കെ ഒരുപാട് വൈകിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 1-2 വർഷം വാടക വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ തന്നെ അതിനുള്ള വാടക നൽകും. പല ആളുകളും ഈ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇത്തരത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. മേപ്പാടി പഞ്ചായത്തിന് തൊട്ടടുത്ത് മൂപ്പനാട് പഞ്ചായത്തുണ്ട്. മൂപ്പനാട് പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വൈത്തിരി ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ ആളുകൾ ഇത്തരത്തിൽ പോകുന്നുണ്ട്. പ്രധാനമായും മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തുകളിലാണ് ആളുകൾ കൂടുതലുള്ളത്. മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സമീപ പ്രദേശങ്ങളിൽ അമ്പലവയൽ പഞ്ചായത്തുണ്ട്. ഈ അമ്പലവയൽ പഞ്ചായത്തിലേക്കും മറ്റും എല്ലാം തന്നെ ഇത്തരത്തിലെ ആളുകൾ വാടക വീട് അന്വേഷിക്കുന്നുണ്ട്. അതിന് സന്നദ്ധ സംഘടനകൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്നത്. തീർച്ചയായും എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് കുറച്ചധികം ആളുകളെയെങ്കിലും ഇതിനോടകം തന്നെ വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അവർക്ക് സുനിശ്ചിതമായ ഒരു പാർപ്പിടം വേണം. അതിന് പുനരധിവാസം കൃത്യമായി നടക്കേണ്ടതുണ്ട്. എന്തായാലും അവരുടെ പുനരധിവാസത്തിനായി നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. ആ ഒരു ദുരന്തം അറിഞ്ഞ മൊമെന്റിൽ തൊട്ട് ആളുകളെല്ലാവരും ഒരു നാടൊന്നാകെ വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് സഹായവുമായി അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനി അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ആശ്വാസകരമായ വാർത്തയാണ്. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ, അതായത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയായി ആനപ്രേമികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം മറ്റേ ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ടൊരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു. രാമനെ ചങ്കും ചങ്കിടിപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്. 2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ചൊരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ടുപോയി എത്തിക്കുകയുണ്ടായി. അതിനുശേഷം
പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. നമ്മൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ അണമുറിയാതെ സഹായ പ്രവാഹം വരുന്നത് കാണുമ്പോഴും അതിൽ ഏറ്റവും നമ്മളെ കണ്ണു നിറയിക്കുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ പല ആളുകളും ഉണ്ടല്ലോ കൃഷ്ണേന്ദു, അവരുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് അവർക്കുള്ളത് എന്താണോ അത് നൽകാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സ്വർണ്ണ പാദസരം നൽകിയ സിയ സാറയെ പരിചയപ്പെടാൻ പോവുകയാണ് നമ്മളിനി. ജന്മനാ ജനിതക പ്രശ്നങ്ങൾ നേരിടുന്ന സിയയുടെ ജീവിതത്തിന് ഒരിക്കൽ കൈത്താങ്ങായ മുഖ്യമന്ത്രിയോടുള്ള കടപ്പാട് കൂടിയാണ് സിയയും മാതാപിതാക്കളും അറിയിച്ചത്. പെരിന്തൽമണ്ണ സ്വദേശികളായ നിസാറും ജസീലയും മകളുടെ പാദസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് കൈമാറിയത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. വയനാടിനു വേണ്ടി മനുഷ്യത്വത്തിന്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി പലരും കയ്യിലുള്ളതെല്ലാം നൽകുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ. അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും അവരുടെ മകൾ സിയ സെഹ്റയും. സിയ സെഹ്റ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിയ സെഹ്റയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് പിന്നിൽ. എന്താണ് ആ കഥ? കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭക്ഷണവും മരുന്നും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ആ സാധനം പൊട്ടി പുറത്തു വന്നു. ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്രാ നിരോധനം, കടകൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എറണാകുളം വരെ ഒന്ന് പോകാനുള്ളൊരു അനുമതി, അത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, പക്ഷെ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ്. പുള്ളി പറഞ്ഞു കാര്യങ്ങൾ, ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി. പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. പിന്നെ 2.5 മണിക്കൂർ സമയം എടുത്തുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരികയും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലി കിടക്കുന്നത് കൊടുത്ത് അതുണ്ടായത് അതിൻ്റെ സംഭവം. ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത്. തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം, മോളുടേതായ ഒരു സാധനം കൊടുത്തതൊന്നും മതിയാവില്ല, അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പറ്റിയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിൻ്റെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവളുടെ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു. അതാണ് അങ്ങനെ ഉണ്ടായത്. അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, മരുന്ന് കൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ 6 മണിക്കൂറിൻ്റെ അപ്പുറം സമയം എടുക്കും. എറണാകുളം പോകണം, തിരിച്ചു വരണം. പക്ഷെ ഇത് വൺ സൈഡ് അവരെടുത്ത് വന്ന് നല്ലൊരു മിഷനായിരുന്നു അത്. ഫയർഫോഴ്സിൻ്റെ ആദ്യമായിട്ടാണ് ഫയർഫോഴ്സ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ജീവിതത്തിൽ വലിയ അന്ന് വന്ന ഫയർഫോഴ്സ് ഓഫീസറോട് ഞാൻ നന്ദി പറയാം. അവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളവരാണ്. ആലുവ ഓഫീസിൽ നിന്ന് ആരും ആണ്, കുറേ ആയില്ലേ സംഭവം കഴിഞ്ഞിട്ട്. നമ്മളിപ്പോൾ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മളാൽ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് അല്ലേ, അങ്ങനെ ഒരു വലിയ സന്ദേശം. എന്തായാലും ചെറുതെങ്കിൽ ചെറുത്, എന്നെ സംബന്ധിച്ച് വലുതാണ്. മോളുടെ അല്ലേ, അപ്പോൾ ചെറുതായാലും വലുതായാലും ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കേണ്ട സമയമല്ലേ. അപ്പം ഞങ്ങളാണ് നിന്നു. മോളുടെ പേര് തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രി അത് വാങ്ങുന്ന സമയത്ത് നമ്മളെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എത്രയും ഇവിടുന്ന് ഉപ്പാനോട് പുതിയതൊന്ന് മേടിപ്പിക്കണം എന്നാണ്. മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓൾക്ക് ബുദ്ധി നമ്മളെക്കാളും പവറാണ്. കയ്യും കാലിനും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബുദ്ധി ഓളെ ബുദ്ധി കൈക്കും കാൽക്കും വന്നു കഴിഞ്ഞാൽ ഇവളെ മറികടക്കാനുള്ള തലച്ചോറൊന്നും ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്ര ബ്രില്യൻ്റാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ.
സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവള് ഒരു വയ്യാത്ത കുട്ടിയായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കമ്പനിൻ്റെ ലോഗോ പോലും മൈ ഡോട്ടർ ഇസ് മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ഭാഗ്യക്കുട്ടിയാണ്. വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ കുട്ടികളൊന്നും വീട്ടിൽ നിർത്താനുള്ളവരല്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇവരുടെ ഇത് പഠിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജനിക്കാൻ ആഗ്രഹിക്കും നമ്മളൊക്കെ. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരെ വീട്ടിലടച്ചു വെക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാ ആളുകളും, കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്? പക്ഷെ ഇവള് യാത്രയിൽ ഇവൾ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഇവൾക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നല്ലോ, അത് മോളുടെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞത് അതിലും സന്തോഷം. തീർച്ചയായും ഇത് പല തലങ്ങളാണ് ഈ ഒരു ദുരിതാശ്വാസ നിധി നൽകിയത്. നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ഹൃദയബന്ധത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഒക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അതിനെല്ലാം അപ്പുറത്ത് വയനാടിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. എന്താണെങ്കിലും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. എത്രത്തോളം നന്മയുള്ള ഒരു കാഴ്ചയാണല്ലേ നമ്മൾ കണ്ടത്. ആരെയിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും നിസാർ പറഞ്ഞത് മൈ ഡോട്ടർ മൈ പ്രൈഡ്. അപ്പോൾ ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒരു അഭിമാനവും അതുപോലെ അവർക്ക് ചെറുതാണെങ്കിലും ചെയ്യാൻ പറ്റിയതിന്റെ ആ ഒരു സന്തോഷവും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു എന്താണ്, നമുക്ക് എല്ലാവർക്കും സന്തോഷവും ഇച്ചിരി ഒരു ദുഃഖവും തോന്നുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത്തരത്തിലൊരു ദുർഘട സമയത്ത് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളതാണ്. എന്തായാലും നിസാറിനും ജസീലയ്ക്കും സിയമോൾക്കും എല്ലാവിധ ആശംസകളും നമ്മൾ ന്യൂസ് 18 നേരുകയാണ്.